റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന പാഠങ്ങൾ അത് ഉൾക്കൊള്ളുന്നതിന്റെ ഭാഗമായി വന്നുപോയ പാളിച്ചകളായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തറക്തും ഫീകും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലില്ലാ. നിങ്ങൾക്ക് ഞാൻ രണ്ട് കാര്യങ്ങൾ ഇട്ടേച്ചു പോവുകയാണ്, നിങ്ങൾ അത് മുറുകെ പിടിക്കണം. ഒന്നെന്താണ്? കിതാബുല്ലാഹ്, എന്റെ കിതാബ് തന്നെയാണ്, അള്ളാഹുവിന്റെ കിതാബാണ്. മറ്റൊന്നെന്താണ്? സുന്നത്ത് റസൂലില്ലാ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന ഒരു മാതൃകയുണ്ട്, ആ മാതൃക പിൻപറ്റി ജീവിക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ വിട്ടേച്ച് എങ്ങോട്ടും പോകല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ താക്കീത്. ആ താക്കീത് പഠിക്കാത്ത, ആ താക്കീത് പാലിക്കാത്ത കാലത്തോളം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ, സമുദായത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കും. ആ സമയത്ത് നാം എന്താണ് ചെയ്യേണ്ടത്? ഉലമാ എന്ന് പറയുന്നു, എന്താണോ പണ്ഡിതരുടെ ഭാഷ്യം, അവർ എന്താണോ നമുക്ക് നൽകുന്ന നിർദ്ദേശം, അതനുസരിച്ച് നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈമാൻ സലാമത്താക്കാൻ വേണ്ടി നാം എപ്പോഴും ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യേണ്ടത്. പണ്ട് മുതലേ സാദാത്യങ്ങളും ഉലമാവും ചെയ്യുന്ന ഒരു കോംബോ വർക്കുണ്ട്. അവർ രണ്ടും കൂടെ ചേർന്ന് ഉമ്മത്തിന് വേണ്ടി, നവോത്ഥാനത്തിന് വേണ്ടി, ഉമ്മത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അവർ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. ആ രണ്ടും കൂടെ ചേർന്ന് ഉമ്മത്തിന് ചെയ്യുമ്പോഴാണ് അതിന് ഫലപ്രാപ്തി ഉണ്ടാകുന്നത്. തങ്ങൾ ദുആ ചെയ്യുന്നു, ഉസ്താദ് പ്രസംഗിക്കുന്നു. അങ്ങനെയാണ് പണ്ട് മുതൽക്കേ നമ്മൾ കണ്ടുവരുന്ന ഒരു ശൈലി. അത് താജുൽ ഉലമയുടെയും സുൽത്താനുൽ ഉലമയുടെയും കാര്യത്ത് മാത്രമല്ല, അതിനു മുമ്പേ അങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ ഫലമായാണ് ഇവിടെ സുന്നത്ത് ജമാഅത്ത് വളരാൻ കാരണമായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം ആരാണ്, അവർക്കുള്ള പ്രത്യേകത എന്താണ് എന്ന് ഉലമാ സംവദിക്കുന്ന സമയത്ത് അതേ സമയത്ത് തന്നെ തങ്ങൾമാർ പറയുകയും ചെയ്യുന്നു, നിങ്ങൾ ദീനിന്റെ കാര്യം ഉലമായിൽ നിന്ന് എടുക്കണേ. നിങ്ങൾ ദീൻ എന്താണോ പറയുന്നത്, അത് ഉലമാ എന്താണോ പറയുന്നത് അവിടെ നിൽക്കണേ എന്ന് അവർ പറയുകയും, അവർ ഫത്വ കൊടുക്കാനോ, ഇൽമില്ലാത്ത തങ്ങന്മാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, അവർ ഫത്വ കൊടുക്കാനോ അല്ലെങ്കിൽ നാട്ടിൽ വല്ല വിമർശനങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാനോ ഒന്നും അവർ പോകാറില്ലായിരുന്നു. അതിന്റെ ഫലമായാണ് ഇന്ന് നാം കാണുന്ന ഒരു ദീനി ചുറ്റുപാടുണ്ടായത്. സാദാത്യങ്ങളും ഉലമാക്കളും ഉമറായിന്റെ ലീഡർഷിപ്പ് സാദാത്യങ്ങളെ ഏറ്റെടുത്ത് ഉലമാവും കൂടെ ചേർന്നുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കോമ്പിനേഷൻ, അതിലൂടെ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ, അതാണ് എല്ലാ കാലത്തും ഉപകാരം ചെയ്തിട്ടുള്ളത്. ഇവിടെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് ഫളൽ ജമലുല്ലൈലി തങ്ങൾ ആലിമായിരുന്നു, ആബിദായിരുന്നു, മുദദ്ദിസായിരുന്നു, വാഇദായിരുന്നു. സാധാരണ തങ്ങന്മാരെ പോലെയല്ല, ഇൽമുള്ള തികഞ്ഞ ആലിമായ, എന്നാൽ അതേ സമയം തന്നെ വഅദ് പറയാൻ വേണ്ടി ഓടി നടക്കുന്ന, അതേ സമയം തന്നെ സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവമായ സാന്നിധ്യം കൊണ്ടും ദർസ് കൊണ്ടും വഅദ് കൊണ്ടും തീർത്തും തികഞ്ഞ ഒരു പണ്ഡിതനായി ബഹുമാനപ്പെട്ട സയ്യിദ് ഫളൽ ജമലുല്ലൈലി തങ്ങൾ നമുക്ക് മുമ്പേ നടന്നവരാണ്. അവർ കാണിച്ചു തന്ന മാതൃക അതായിരുന്നു. പണ്ഡിതന്മാരുടെ കൂടെ ചേർന്ന് അഹ്ലു ബൈത്ത് പ്രവർത്തിക്കുന്ന ഒരു രൂപം, അതാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഫളൽ ജമലുല്ലൈലി തങ്ങളും നമുക്ക് കാണിച്ചു നൽകിയത്. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്, ബഹുമാനപ്പെട്ട അഹ്ലു ബൈത്തും അതുപോലെ തന്നെ ആദരവുകൾ നിറഞ്ഞ ഉലമാവും തമ്മിലുണ്ടാകുമ്പോഴുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ അത് ഉമ്മത്തിന് എത്രത്തോളം ഗുണം ചെയ്യുന്നു എന്ന ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല.